അത്ഭുതങ്ങളുടെ മധ്യസ്ഥ. കാനാവിലെ വിവാഹ വീട് മുതൽ കാൽവരിയോളം അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവായ തമ്പുരാനെ, മരിച്ചവർക്ക് ജീവൻ നൽകിയവനായ തമ്പുരാനെ, കുരുടർക്ക് കാഴ്ച നൽകിയവൻ, ചെകിടർക്ക് കേൾവി നൽകിയവൻ, രോഗികൾക്ക് സൗഖ്യം നൽകിയവൻ, ഭൂതഗ്രസ്തർക്ക് വിടുതൽ നൽകിയവൻ, നാഴിക വന്നിട്ടില്ല എന്ന് പറഞ്ഞവനാണ് ഇതൊക്കെയും പ്രവർത്തിച്ചത്. വിശുദ്ധയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത മുഖാന്തരം കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമെന്ന കാര്യം നിസംശയം നമുക്ക് വിശ്വസിക്കാം. ശതാധിപന്റെ മധ്യസ്ഥത പക്ഷപാത രോഗിയായ അവന്റെ ബാല്യക്കാരന് സൗഖ്യം ലഭിക്കുവാൻ കാരണമായി. കനാന്യ സ്ത്രീയുടെ മധ്യസ്ഥത മൂലം തൻ്റെ മകൾ സുഖം പ്രാപിച്ചു. പക്ഷപാത രോഗിയെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് അവന് മോചനം നൽകി. ഇയ്യോബിന്റെ മധ്യസ്ഥതയും യാഗാർപ്പണവും മൂലം അവൻ്റെ സുഹൃത്തുക്കളോടുള്ള ദൈവത്തിൻ്റെ നീരസം മതിയാക്കി. ഇയ്യോബിനെ കൊണ്ട് മധ്യസ്ഥത ചെയ്യിപ്പാൻ ദൈവം തന്നെ നേരിട്ട് അവനോട് ആവശ്യപ്പെടുകയായിരുന്നു. ഒരിക്കൽ കർത്താവിൻ്റെ വചനം കേട്ട ഒരു സ്ത്രീ ഉച്ചത്തിൽ, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളത് എന്ന് പറഞ്ഞപ്പോൾ, അല്ല, ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവനത്രേ ഭാഗ്യവാന്മാരെന്ന് മറുപടി കൊടുത്തു. വചനത്തിൽ പൂർണ്ണമായും സമർപ്പിച്ച് ദൈവഹിതം തന്നിൽ നിറവേറാൻ ഒരുക്കിക്കൊടുത്തവളാണ് വിശുദ്ധയായ കന്യക മറിയം. അവൾ ഭാഗ്യവതിയെന്നും അപ്രകാരം ചെയ്യുന്നവർ ഭാഗ്യവാന്മാരാകുമെന്നും കർത്താവ് ഓർമ്മപ്പെടുത്തുകയായിരുന്നു. ആ വിശ്വാസത്തിലൂന്നി നമുക്കും നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരുടെയും ഇടയാക്കട്ടെ.